ഇപ്പോൾ കാണുന്നത് ശബരിമലയിലെ കാഴ്ചയാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഈ മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ തത്സമയം കാണുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമാവുകയാണ്. ശബരിമലയിലെ പുതിയ മേൽശാന്തിമാരെ അവരോധിക്കുന്ന ചടങ്ങാണ് അവിടെ നടക്കാൻ പോകുന്നത്. അത് നോക്കൂ, പരമ്പരാഗതമായ ആചാര പെരുമയിൽ പുതിയ മേൽശാന്തിമാരെ അവരോധിക്കുന്ന ചടങ്ങാണിപ്പോൾ സന്നിധാനത്ത് നടക്കുന്നത്. ആ ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. ഇനി ശരണം വിളിയുടെ നാളുകളാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമാകുന്നു. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ അവരോധിക്കുന്ന ചടങ്ങ് ഇതാ. പുതിയ മേൽശാന്തി അവരോധനാകുന്നു. മണ്ഡല മകരവിളക്ക് കാലത്തെ വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ്. ഇതാ തീർത്ഥാടകരെയൊക്കെ നമുക്ക് പിന്നിൽ കാണാം. തീർത്ഥാടനത്തിന് തുടക്കമായിരിക്കുന്നു. കണ്ണനായരുടെ വിവരങ്ങളുമായി കണ്ണൻ. മറ്റൊരു മണ്ഡല മകരവിളക്ക് കാലത്തിന് കൂടി തുടക്കമാവുകയാണ് ശബരിമലയിൽ. എത്രത്തോളം ഭക്തിയുടെ അന്തരീക്ഷം നിറയുകയാണ് അവിടെ. ദിനങ്ങളുടെ തുടക്കമായിരിക്കുന്നു രതീഷ്. ഇപ്പോൾ ഈ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള മേൽശാന്തിമാരെ അവരോധിക്കുന്ന ചടങ്ങുകളുടെ ഏതാണ്ട് പകുതിയോളം കൃത്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ആദ്യം ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടുകൂടി, ശംഖനാദങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ നിലവിലെ നിയുക്ത മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിക്ക് കളഭം നടത്തിയതിനു ശേഷം അദ്ദേഹത്തെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തിക്കൊണ്ടുപോയി ഇപ്പോൾ തന്ത്രി മൂലമന്ത്രം ഉപദേശിച്ച് നൽകിയ ശേഷം തിരികെ മടങ്ങുകയാണ്. അതായത് ഈ ചടങ്ങുകൾ, ഈ ക്ഷേത്രത്തിനുള്ളിലെ പ്രധാനപ്പെട്ട അവരോധിക്കൽ ചടങ്ങ് പൂർത്തിയായി. അതിനുശേഷം നാളെ രാവിലെ മുതൽ അയ്യപ്പ വിഗ്രഹത്തിൽ പൂജ നടത്തേണ്ട മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി പുറത്തേക്ക് പോവുകയാണ്. അതായത് അയ്യപ്പൻ്റെ മൂലമന്ത്രം ചെവിയിൽ ഓതി മനസ്സിൽ അത് പഠിച്ച് അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. ഇനി ഒരു വർഷത്തെ പുറപ്പെടാ മേൽശാന്തിയായി അരുൺകുമാർ നമ്പൂതിരി നിയോഗിതനായിരിക്കുന്നു. നാളെ പുലർച്ചെ 3 മണിക്ക് ശ്രീകോവിൽ നട തുറക്കുന്നത് അദ്ദേഹമായിരിക്കും. ആ സമയത്ത് ശബരിമല ശരണമയ്യപ്പ എന്ന മന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന ഒരു അന്തരീക്ഷമായിരിക്കും സന്നിധാനത്ത് ഉണ്ടാകുക. നിലവിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ്. കാര്യം അടുത്ത 29-ാം തീയതി വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിരിക്കുന്നു. സ്ലോട്ട് ബുക്കിങ്ങിൽ ഉള്ള ആൾക്കാരായിരിക്കും കൂടുതലായി വരിക. കഴിഞ്ഞ തവണ 1-ാം തീയതി ഏതാണ്ട് 28,000-30,000-ഓളം ഭക്തർ മാത്രമായിരുന്നു വന്നതെങ്കിൽ ഇപ്പോഴിതാ 70,000-ഓളം ഭക്തന്മാർ വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്തിരിക്കുന്നു. നാളെ വലിയ തിരക്കുണ്ടാകും. വരും ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കുണ്ടാകും. സാധാരണ മുൻ വർഷങ്ങളിൽ വൃശ്ചിക മാസം 12-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം മാത്രമായിരിക്കും തിരക്കുണ്ടാകുക. പിന്നീട് അങ്ങോട്ട് ഭക്തരുടെ വലിയ ഉണ്ടാവാത്ത സാഹചര്യമുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് 70,000 പേരെങ്കിലും സന്നിധാനത്ത് ദർശനം നടത്തും. അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാർക്ക് എല്ലാവർക്കും ദർശനം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ദർശന ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വരുന്ന എല്ലാ ഭക്തന്മാർക്കും രാവിലെ ദേവസ്വം ബോർഡ് തൊഴുത് മടങ്ങുക. അവിടുത്തെ എല്ലാ ചടങ്ങുകളും ഇപ്പോൾ നെയ്യഭിഷേകം അടക്കം പൂർത്തീകരിച്ച് അപ്പവും അരവണയും എല്ലാം വാങ്ങി സുഖമായി മലചവിട്ടി തിരികെ എത്തുക എന്നതാണല്ലോ നമ്മുടെ പരമ്പരാഗതമായി എല്ലാവരും കാലങ്ങളായി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണല്ലോ. സുഖദർശനമായിരുന്നു എന്നതാണല്ലോ മടങ്ങി വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതും. അപ്പോൾ വലിയ തിരക്ക് ഈ അടുത്ത ദിവസങ്ങളിലുണ്ട്. ആ തിരക്കിനൊപ്പം തന്നെ ഇപ്പോൾ വെർച്വൽ ക്യൂവിൻ്റെ സംവിധാനത്തിനൊപ്പം സ്പോട്ട് ബുക്കിംഗ് എന്നതിന് പകരം ഒരു സംവിധാനം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ പുതിയ ക്രമീകരണങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ മല ചവിട്ടുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് 18-ാം പടി അത്ര വേഗത്തിൽ ആളുകളെ കയറ്റാൻ കഴിഞ്ഞില്ല എന്ന വിമർശനമൊക്കെ പോലീസിനെതിരെ ഉണ്ടായിരുന്നു. ഇത്തവണ എന്തൊക്കെ മാറ്റങ്ങളോട് കൂടിയാണ് എല്ലാ ക്രമീകരണങ്ങളും കണ്ണൻ? കണ്ണന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. അവിടെ വലിയ തിരക്കാണ്. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശബരിമലയിൽ തുടക്കമാകിയാണ്. കണ്ണനാരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ പുതിയ മേൽശാന്തിയെ അവരോധിക്കുന്ന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട്. ആ ചടങ്ങ് ഇപ്പോഴും തുടരുകയാണ്. അതേസമയം തന്നെ ദർശനം ശബരിമലയിൽ ആരംഭിച്ചു കഴിഞ്ഞു. മറ്റൊരു മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തിന് തുടക്കമാവുകയാണ്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ ചില പാളിച്ചകൾ, മാസപൂജാ സമയത്ത് വലിയ തിരക്കൊക്കെ പരിഗണിച്ചുകൊണ്ട് ആ വീഴ്ചകളില്ലാതെ ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആലോചനകളാണ് നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ ഒക്കെ നടന്നിരുന്നു. പരിചയസമ്പന്നരാത്ത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ അവിടെ ഡ്യൂട്ടിക്കായി ഇട്ടു എന്നടക്കം പരാതികളുണ്ടായിരുന്നു. ആ പരാതികളൊക്കെ പരിഹരിക്കുന്നു എന്നാണ് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണത്തിലൊക്കെ മനസ്സിലാകുന്ന